സ്ക്രോൾ ചെയ്യരുത്, നിങ്ങൾ കേട്ടിട്ട് പോകും. പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടായിരുന്നു ഇസ്തിഖാറത്തിനെ പറ്റി. ഖൈറിനെ തേടിയുള്ള നമസ്കാരം. ഏതൊരു കാര്യം, നിക്കാഹാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏതൊരു കാര്യത്തിലാണെങ്കിലും ഖൈറിനെ തേടിയുള്ള നമസ്കാരം നമസ്കരിക്കണം എന്നുള്ളൊരു കാര്യം വീഡിയോ ഇട്ടായിരുന്നു. എങ്ങനെയാണെന്ന് കുറേ പേര് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കുറെ കുടുംബജീവിതങ്ങളിൽ പ്രശ്നം, നമ്മൾ മുന്നേ കരുതിയതും എക്സ്പെക്ട് ചെയ്തതൊന്നും അല്ല ശേഷം സംഭവിക്കുന്നത്. ബറക്കത്തില്ല, സന്തോഷമില്ല, ബിസിനസ്സിലാണെങ്കിലും പൊട്ടുന്നു. ഇതിന്റെ കാരണം എന്താണെന്നറിയാം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കുറെ രൂപങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒരു കാര്യം തീരുമാനം എടുക്കാൻ. ആ രീതി ചെയ്യാത്തതിന്റെ പേരിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതീ കാണിക്കുന്ന രൂപമാണ് നമ്മളൊരു തീരുമാനം. നിക്കാഹാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കണം. 2 റക്അത്ത് ഇസ്തിഖാറത്തിന് നമസ്കാരം, ഖൈറിനെ തേടിയുള്ള നമസ്കാരം എന്ന് പറയും. അതായത് 2 റക്അത്ത് ഞാൻ ഇസ്തിഖാറത്ത് നമസ്കരിക്കും എന്ന് പറഞ്ഞ നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിന്റെ അടുത്ത് അഭിപ്രായം ചോദിക്കുക. ചോദിക്കേണ്ടത് എങ്ങനെയാ? നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം തരാൻ വാശി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായി? ഇതെന്റെ ജീവിതത്തിൽ ഖൈറാണെങ്കിൽ നീ നടത്തണം, എന്റെ ജീവിതത്തിൽ ഷെറാണെങ്കിൽ, എന്റെ ദീനിന് മോക്ഷമാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തട്ടി മാറ്റണേ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ അടുത്ത് ദുആ ചെയ്യണം. മനസ്സിലായി? അതിന്റെ പ്രത്യേക രൂപങ്ങളുണ്ട്, ദുആക്കളുണ്ട്. ഇസ്തിഖാറത്ത് നമസ്കരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെ അത് ഫലം ഉണ്ടാകണമെന്നല്ല. നമസ്കരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളൊരു കാര്യം തീരുമാനിച്ച് ആഗ്രഹിച്ചാൽ അത് നമസ്കരിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ അത് നമുക്ക് അറിയിച്ചു തരും എന്ത് ഇത് ഹൈറാണെങ്കിൽ നീ ഇത് ചെയ്യണം. പക്ഷെ നമുക്കല്ലെങ്കിൽ മനസ്സിൽ തോന്നിപ്പിക്കും എന്താ ഇത് ചെയ്യണ്ട എന്നുള്ള സാധനം ഉള്ള മനസ്സിൽ തോന്നിപ്പിക്കും. അല്ല ഏതെങ്കിലും രൂപത്തിലുള്ള അതിന്റെ സൂചന നമുക്ക് തരും. മനസ്സിലായല്ലോ? അപ്പൊ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഷ്ടപ്പെട്ട സാധനം വാശി പിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതെനിക്ക് ഹൈറാണെങ്കിൽ നടത്തണം, ഷെറാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് തട്ടി മാറ്റണേന്ന് വേണം അല്ലടുത്ത് ചോദിക്കാൻ. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മൾ കാരണം ആരെങ്കിലും ഒരാൾ ഈ ഒരു സിഫത്ത് ഉണ്ടായാൽ അത് വലിയ കാര്യം തന്നെയാണ്. ആരെങ്കിലും ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിൽ സിഫത്ത് ഉണ്ടായാൽ എനിക്ക് അതിന്റെ പ്രതിഫലം കിട്ടും. നിങ്ങൾക്ക് ആ പ്രതിഫലം കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പങ്കുവെക്കുന്നതിൽ, ഷെയർ ചെയ്ത് പോകുന്നതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ടാകണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മാക്സിമം ഇവിടെ എത്തിച്ചു കൊടുക്കുക. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഇൻഷാ അല്ലാഹ്.